എല്ലാവർക്കും ബീൻസ് കഴിക്കാൻ ഇഷ്ടമാണെന്നില്ല. നിങ്ങളുടെ വീട്ടിലും ബീൻസ് കഴിക്കാൻ മടിയുള്ളവരുണ്ടോ? എങ്കിൽ ഈ റെസിപ്പി ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. രുചി കൊണ്ട് എല്ലാവരും ഞെട്ടിക്കും. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഒരു 1/4 കിലോ ബീൻസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി നന്നായി എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ ഞാൻ കൈ വെച്ചിട്ടാണ് അരിയാറ്, അല്ലെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അരിയാം. അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു സവാള വേണം. ഒരു കുഞ്ഞ് സവാള കേട്ടോ. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി മതി. അപ്പം നമുക്ക് ഒരു കുഞ്ഞ് സവാള, പിന്നെ 2 പച്ചമുളകാണ് കേട്ടോ. റെഡ് കളറിലുള്ളതും പച്ച കളറിലുള്ളതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കടുക് പൊട്ടട്ടെ. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയും നമ്മുടെ പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സവാള ഒന്ന് വഴണ്ടി വരാനുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ജസ്റ്റ് അത്രയ്ക്കൊന്നും വേണ്ട, ഒരു 2 സെക്കൻഡ് ഒന്ന് വഴച്ചെടുക്കാം. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല, നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാനായിട്ട് ചേർക്കുന്ന ഇതാണ് സ്പെഷ്യൽ ഒരു ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ. സാധാരണ അങ്ങനെ ആരും ചേർക്കണം കണ്ടിട്ടില്ല. കാരണം മുളകും ഉണ്ട്, വറ്റൽമുളകും ഉണ്ട്, പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ആ ബീൻസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകും കേട്ടോ. അപ്പം നമുക്കിനി അടുത്തത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറുതീയിൽ വെച്ച് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ. ഒരു 2 മിനിറ്റ് അടച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് അടച്ച് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇതുപോലെ നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ വെന്തിട്ടൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതാണ് നമ്മൾ നന്നായിട്ട് ചിരവി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിടി തേങ്ങ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന ഒരു പിടി തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് നമുക്ക് നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം ഉപ്പും ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ബീൻസ് പെട്ടെന്ന് വേവുന്ന ടൈപ്പാണ്. നിങ്ങളുടെ ബീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മിനിറ്റോ 6 മിനിറ്റോ ഇങ്ങനെയൊക്കെ വേവിനനുസരിച്ച് ലാസ്റ്റ് 1 മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ തേങ്ങ ചിരകിയത് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അതായത് തേങ്ങ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട ശേഷം നമ്മുടെ ബീൻസിൽ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതിനനുസരിച്ച് ഉപ്പിട്ട ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചോളൂ. ഒരു 10 സെക്കൻഡ് അടച്ചു വെച്ച ശേഷം നമുക്ക് പാത്രത്തിലേക്ക്, ഇപ്പോൾ ലഞ്ച് ബോക്സിലാണെങ്കിലും അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് അതിൻ്റെ ആവി കൊണ്ടതിന് ശേഷം നമുക്കിതേപോലെ പകർത്തിയിട്ട് നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലഞ്ച് ബോക്സിലേക്ക് പകർത്തിയിട്ട് മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ കൊടുത്തു വിടാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ബീൻസിൻ്റെ ആ ഒരു പച്ച മണമോ അങ്ങനെയുള്ള ഒരു മണമൊന്നും ഇതിനില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആൻഡ് നല്ല അടിപൊളി ബീൻസ് തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജിലൂടെ അറിയിക്കണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.